ഒരിടത്തൊരിടത്ത് കഥാപരമ്പര തുടരുകയാണ്. ചില സ്വപ്നങ്ങൾ ആർത്തലച്ചു പെയ്ത മഴ പെട്ടെന്ന് നിലച്ചു പോയതുപോലെ തോന്നും. ചിലപ്പോൾ ചില സ്വപ്നങ്ങൾ ജീവിതാർത്ഥങ്ങളിൽ കുളിർ പെയ്ത് അവസാനം വരെ നമ്മോടൊപ്പം ഉണ്ടാവും, മരണം വരെ. കഥ തുടങ്ങുകയാണ്. വയൽപ്പൂക്കൾ. എന്താണാവോ, ജോലി കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയപ്പോൾ നല്ല ക്ഷീണം. പകൽ ഓഫീസിലിരുന്നപ്പോഴും ഏതോ ഒരു നിർവികാരത അലട്ടിയിരുന്നു. അത് കണ്ടിട്ടാവണം അപ്പുറത്തെ ക്യാബിനിലിരിക്കുന്ന ഷേണായി സാറ് പറഞ്ഞത്, എന്താ സച്ചു, പതിവ് തമാശകളൊന്നും കണ്ടില്ല, മൂടില്ലേ? സച്ചിദാനന്ദൻ എന്ന തന്നെ പ്രായത്തിൽ വളരെ മൂപ്പുള്ള ഷേണായി സാർ, അതുപോലെ ചുരുക്കം ചിലരും എന്നെ സച്ചു എന്ന് വിളിക്കും. പറഞ്ഞത് ശരിയാണ്. ഇന്ന് വളരെ മൂഡ് ഓഫ് ആയിരുന്നു. നാട്ടിൽ നിന്ന് തിരികെ വരുന്ന ദിവസം അങ്ങനെയാണ്. ഇവിടെ എത്തുമ്പോൾ നാട്ടിൽ നിന്ന് കൂടെ കുറേ നാട്ടുവിശേഷങ്ങളും കൂടെ പോരും. പിന്നെ അവയൊക്കെ മനസ്സിലിട്ട് മയക്കുവാൻ ഒരു ദിവസം എടുക്കും. ആദ്യമൊക്കെ നാട്ടിൻപുറത്ത് നിന്ന് ഇവിടെ വന്നപ്പോൾ ആകെ ഒരു ശ്വാസം മുട്ടലായിരുന്നു. നഗരത്തിൻ്റെ തിക്കും തിരക്കും ശബ്ദവും ഒരുമാതിരി കാറ്റില്ലാത്ത പ്രകൃതിയുടെ മണവും. ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ആദ്യമായി പരിചയപ്പെട്ട അബൂക്ക തന്നെയായിരുന്നു എല്ലാത്തിനും അത്താണി. അബൂക്ക താമസിക്കുവാൻ തരപ്പെടുത്തി തന്ന മുറിയും പരിസരവും വലിയ തെറ്റില്ലായിരുന്നു. തിരക്കിൽ നിന്ന് ഒരല്പം അകലെ ആയതുകൊണ്ട് ഒരിഷ്ടം കൂടി. നാട്ടിൽ കിട്ടിയിരുന്ന ഭക്ഷണസുഖം കൊതിച്ചത് വെറുതെയായി. എല്ലാത്തിലും കടലയുടെ എണ്ണമയം അല്പം കൂടുതൽ. സഹിക്കാതെ തരമില്ലല്ലോ. എത്രനാൾ കാത്തിരുന്ന് കിട്ടിയ ജോലിയാണ്. ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട തന്നെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അമ്മ വളർത്തിയത്. അതിനൊക്കെ ചെറിയമ്മാവിൻ്റെ ഒരു സഹായവും ഉണ്ടായിരുന്നു. അച്ഛനില്ലാത്തത് കൊണ്ടാവാം ചെറിയമ്മാവന് തന്നെ വളരെ കാര്യമായിരുന്നു. നാട്ടിലെ ഞങ്ങളുടെ വീടിൻ്റെ മുൻവശം നെൽവയലാണ്. ചുറ്റും പച്ചപ്പിൻ്റെ തണുവ്. നടുക്കുള്ള പാടവരമ്പിന് ചുറ്റും വശങ്ങളിലായി ഭംഗിയുള്ള വയലറ്റ് നിറമുള്ള വയൽപ്പൂക്കളായിരുന്നു. വയലിനക്കരെയാണ് ചെറിയമ്മാവനും അമ്മായിയും താമസിക്കുന്നത്. അവർക്ക് ഒരു മോളാണ്, ലക്ഷ്മി. വീട് അവിടെയാണെങ്കിലും മിക്കവാറും ആള് എൻ്റെ വീട്ടിൽ തന്നെയാണ്. ചിറ്റമ്മയുടെ ശിക്ഷണത്തിൽ തന്നെയായിരുന്നു എല്ലായ്പ്പോഴും. നല്ല രുചിയോടെ ഭക്ഷണം പാകം ചെയ്യുവാൻ എൻ്റെ അമ്മയെ കഴിഞ്ഞ ആരും ഉണ്ടാവും. ഏത് ഐറ്റം ആയാലും ആദ്യ രുചി അറിയുന്നത് ലക്ഷ്മിക്കുട്ടി തന്നെയാണ്. പഠിത്തത്തിൽ അവൾ അതിസമർത്ഥയായിരുന്നു. കുട്ടിക്കാലം മുതൽ എൻ്റെ കൈ തൂങ്ങി എവിടെയും നടക്കും. പാടത്തും തൊടിയിലും പുഴയിലും എവിടെയും എൻ്റെ ഒപ്പം വരുവാൻ വാശിയാണ്. ഈ പെണ്ണ് വലുതായാലും ഇവൻ്റെ തോളിൽ നിന്ന് മാറില്ലല്ലോ. ഇടയ്ക്ക് ചെറിയമ്മായി അവളെ ചുണ്ടി പിടിപ്പിക്കും. ആരെയെങ്കിലും കണ്ട് പിടിച്ചു കൂടെ വിടണം. അപ്പോൾ അവളുടെ ഭാവമാറ്റവും അത് മറക്കുവാനായി അമ്മയുടെ പുറയിൽ ഒളിക്കുന്നതും കണ്ടിട്ടുണ്ട്. അവൾക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടി ലക്ഷ്മി കോയമ്പത്തൂർക്ക് പോയപ്പോൾ ചെറിയമ്മായിയേക്കാൾ വിഷമിച്ചത് അമ്മയായിരുന്നു. അന്നൊക്കെ വീട്ടിൽ വിശേഷിച്ച് എന്ത് ഉണ്ടാക്കിയാലും അവൾക്ക് എത്തിക്കുവാൻ അമ്മ ഏർപ്പാട് ചെയ്യുമായിരുന്നു. പഠനത്തിന് ശേഷം ഹൗസ് സർജൻസിക്കായി അവൾ കോഴിക്കോട്ടെത്തിയപ്പോഴും ഇതൊക്കെ തുടർന്നു. അപ്പോഴേക്കും ഞാൻ ജോലി കിട്ടി ഇവിടെ എത്തിയിരുന്നു. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും, ഇപ്പോഴും അവളുടെ കുട്ടിക്കളി മാറിയിട്ടില്ലെന്ന്. നിന്റെ കാര്യം പറയുമ്പോൾ 100 നാമാണെന്നും പറയും. ഇപ്രാവശ്യം പൂജ അവധിക്ക് നാട്ടിൽ ചെന്നപ്പോൾ അവളും വീട്ടിലുണ്ടായിരുന്നു. വീടിനടുത്തുള്ള സരസ്വതി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം വളരെ കേമമാണ്. ക്ഷേത്രനടയിൽ കൂട്ടുകാരുടെ കൂടെ ദീപാരാധനയുടെ പ്രഭയിൽ
ലക്ഷ്മിയെ കണ്ടപ്പോൾ അതിശയം തോന്നി. തികച്ചും പക്വതയോടെ ഒരു വലിയ ആളെപ്പോലെ പെരുമാറുന്ന ഡോക്ടർ മാഡത്തെ. അന്ന് വൈകി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ചെറിയമ്മാവനും അമ്മായിയും അവിടെ അമ്മയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അമ്മയുടെ മുഖം എന്നെ കണ്ടപ്പോൾ അല്പം വിഷാദമായോ എന്ന് ഒരു സംശയം. അതിനധികം ആയുസ്സുണ്ടായില്ല. ചെറിയമ്മായി സംശയം നിവൃത്തി വരുത്തി. സച്ചു, നമ്മുടെ ലക്ഷ്മിക്ക് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്. പാലക്കാട് നിന്നാണ്, ഡോക്ടറാണ്. അവർ ഇങ്ങോട്ട് വന്നതാണ്. പറയുമ്പോൾ ചെറിയമ്മാവൻ അത് ശ്രദ്ധിക്കാതെ ദൂരേക്ക് നോക്കിയിരുന്നു. അമ്മയുടെ കൂടെ ലക്ഷ്മി ഉള്ളിലേക്ക് വലിഞ്ഞു. ഓ, നന്നായി. അവളിപ്പോൾ വലിയ കുട്ടിയായില്ലേ, ആലോചിക്കാം അമ്മായി. വീട്ടിൽ നിന്ന് തിരിച്ച് ചെറിയമ്മാവിൻ്റെ വീട്ടിലേക്ക് അവരെ കൊണ്ടാക്കുവാൻ കൂടെ താനും ഇറങ്ങി. ഇരുട്ടിൽ വയലിലൂടെ ചെറിയമ്മാവനും അമ്മായിക്കും പിന്നിൽ എനിക്കൊപ്പം ലക്ഷ്മിയും നടന്നു. ചീവീടുകളുടെ ശബ്ദം മാത്രം നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ടിരുന്നു. എന്തോ പതിവിലും ശക്തിയായി ലക്ഷ്മി തൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചിരുന്നു. അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. തിരികെ വീട്ടിലെത്തിയപ്പോൾ അമ്മ എൻ്റെ മുഖത്ത് തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. നാളെ അവരൊക്കെ അവിടെ കാണുവാൻ വരുന്നുണ്ടത്രേ. ചെറിയമ്മായിയുടെ ഏതോ ഒരു ബന്ധവും പറഞ്ഞു. അമ്മ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ താൻ എവിടെയോ നോക്കി പറഞ്ഞു, അമ്മേ, എനിക്ക് നാളെ വെളുപ്പിനെ തിരികെ പോകണം. ഓഫീസിൽ നിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു, അത്യാവശ്യമായതുകൊണ്ടാണ്. ചെറിയമ്മാവനോട് അമ്മ പറഞ്ഞാൽ മതി. അങ്ങനെ ഇപ്രാവശ്യത്തെ വീട്ടിൽ നിന്നുള്ള മടക്കം വളരെ വിങ്ങലോടെയായിരുന്നു. പതിവിലും കൂടുതൽ പ്രകടമായതുകൊണ്ടാവാം ഓഫീസിനും അത് ശ്രദ്ധിക്കപ്പെട്ടത്. ഓഫീസിന് അവധി 2 ദിവസം കൂടി ഉള്ളതിനാൽ സ്റ്റാഫും കുറവായിരുന്നു. റൂമിലെത്തിയപ്പോൾ കുളിമുറിയിൽ ഷവറിന് താഴെ കുറേ നേരം നന്നായി നനഞ്ഞു നിന്നു. ശരീരവും മനസ്സും തണുക്കട്ടെ. തല തുവർത്തി കട്ടിലിൽ വന്ന് കിടന്നു. ബാഗിൽ നിന്നും മൊബൈൽ തപ്പിയെടുത്തു. ചാർജ് തീർന്ന് ഓഫായി ഇരിക്കുന്നു. ഇന്നലെ തിരക്കിലെല്ലാം മറന്നുപോയിരുന്നു. മൊബൈൽ ചാർജ് ചെയ്ത് ഓൺ ചെയ്തു. മിസ്ഡ് കോൾ അലർട്ടുകൾ തുരുതുരെ വരുന്നു. വീട്ടിൽ നിന്നാണല്ലോ. ഉള്ളിൽ വല്ലാത്ത പേടി. ഉടൻ തന്നെ അമ്മയെ തിരിച്ചു വിളിച്ചു. ഫോൺ എടുത്തത് ചെറിയമ്മാവനാണ്. എൻ്റെ വെപ്രാളം കൂടി. നീ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരുന്നത്? ഉടനെ നീ ഇങ്ങോട്ട് തിരിച്ചു വരണം. എന്തെങ്കിലും തിരികെ ചോദിക്കുമ്പോഴേക്കും ഫോൺ കട്ടായി. ടെൻഷൻ കൂടി. അമ്മയ്ക്ക് എന്തെങ്കിലും? ശരീരമാകെ വിയർക്കുന്നു. കൊണ്ടുവന്ന ബാഗ് അതുപോലെ തന്നെ എടുത്ത് റൂമും പൂട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരക്കിട്ടോടി. വീടിൻ്റെ പടിപ്പുരയിൽ കാറ് നിർത്തി ഇറങ്ങുമ്പോൾ നേരം പുലർന്നു വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്നു തന്നെ വീടിൻ്റെ ഉമ്മറത്തേക്ക് ഒന്ന് പാടി നോക്കി. ലൈറ്റുകൾ മിക്കതും ഇട്ടിരിക്കുകയാണല്ലോ. ഷൂ ഊരി വെച്ച് ഉമ്മറത്തേക്ക് കയറിയപ്പോൾ ഒന്ന് ഞെട്ടി. ചെറിയമ്മാവൻ ചാരുകസേരയിൽ കിടന്ന് മയങ്ങുന്നു. ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി. അമ്മയും ചെറിയമ്മായും അടുക്കളയിൽ പച്ചക്കറി അരിയുന്ന തിരക്കിൽ. ഈശ്വര, എന്തൊക്കെയാണിത് എന്ന് മനസ്സിൽ വിചാരിച്ച് നിൽക്കുമ്പോൾ പിറകിൽ നിന്നും അകത്തെ മുറിയിലേക്ക് ഒറ്റ വഴി. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കള്ളച്ചിരിയോടെ ലക്ഷ്മി. ഇന്നലെ പറയാതെ എവിടെയാ പോയത്? പിന്നെ ഇന്നലെ വന്നവരോട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു വിട്ടു. പുറകെ ഞാനിങ്ങ് പോന്നു. എനിക്കിവിടെയാ ഇഷ്ടം. എന്തായാലും അച്ഛനും അമ്മയും കൂടെ എൻ്റെ കൂടെ ഇങ്ങോട്ട് പോന്നു. ഞങ്ങളെല്ലാവരും രാത്രി ഇവിടെയാ തങ്ങിയത്. ഒന്നും മനസ്സിലാകാതെ ഞാൻ പരിഭ്രമം ഒതുക്കിയപ്പോൾ ചെറിയമ്മാവൻ അകത്തേക്ക് കയറി വന്നു. സച്ചു, നീ ഞങ്ങൾക്ക് മോൻ തന്നെയാണ്. ലക്ഷ്മിയുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം. അടുക്കളയിൽ നിന്നും അമ്മയുണ്ടാക്കുന്ന ലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട ഉള്ളിത്തീയലിൻ്റെ മണം മൂക്കിലേക്ക് തുളച്ചു കയറി. സച്ചുവിൻ്റെയും ലക്ഷ്മിയുടെയും ഉള്ളിൽ ആർത്തലിച്ചു പെയ്തിരുന്ന സ്വപ്നങ്ങളുടെ സ്നേഹമഴ പുറത്തും പെയ്യാൻ തുടങ്ങിയിരുന്നു. മഴ കാത്തിരുന്ന വയൽപ്പൂക്കൾ അത് ഏറ്റുവാങ്ങി. പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി ഓർത്തു പാടുമ്പോ നീ എനിക്കായി കാത്തു നിന്നില്ലേ?
സ്വപ്നമല്ലേ നീ എൻ്റെ